നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മേജർ അനിരുദ്ധം പറയുന്നുണ്ട്, രാജേന്ദ്ര നിൻ്റെ കളിയൊന്നും എൻ്റെ അടുക്ക വേണ്ട, നിനക്ക് പോലീസുകാരുടെ സഹായം വേണം, എനിക്ക് ആരുടെയും സഹായം വേണ്ട. കൂടുതൽ കളിച്ചാലുണ്ടല്ലോ ഈ തോക്കിൻ്റെ കാഞ്ചി ഞാൻ വലിക്കുകയും ബുള്ളറ്റ് നിൻ്റെ നെറ്റിയിൽ തുളച്ച് കയറുകയും ചെയ്യുമെന്ന് പറയട്ടെ ചെയ്യും. അതുകൊണ്ട് ഇറങ്ങിപ്പോകാൻ നോക്കുമെന്നും പറയുന്നു. അപ്പോൾ ഉടനെ രാജേന്ദ്രൻ എണീറ്റ് പറയുന്നുണ്ട്, ഇതിപ്പോൾ നിങ്ങളുടെ തട്ടകമാണ്, നിങ്ങളെ എനിക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് ഒറ്റയ്ക്ക് കിട്ടും, അപ്പോൾ ഈ രാജേന്ദ്രൻ ആരാണെന്ന് കാണിച്ചു തരാമെന്ന് പറയും. നീ ഒരു ചുക്കും ചെയ്യാനായിട്ട് പോകുന്നില്ല, ശാരിക എവിടെ ഉണ്ടെന്ന് പറയാൻ എനിക്ക് മനസ്സിലെന്നും കടന്നു പോടാ എന്നും പറഞ്ഞുകൊണ്ട് ആട്ടി ഇറക്കി വിടുകട്ടോ ചെയ്യുന്ന രാജേന്ദ്രനെ. പിന്നീട് രാഗിയും രാജീവനും കൂടെ തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട്, ഇന്ന് തന്നെ മടങ്ങി വരാനായിട്ട് സാധിക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ രാജീവേട്ട അതൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല, നമ്മൾ പോയ കാര്യം നടന്നാലല്ലേ മടങ്ങി വരാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. എന്തെങ്കിലും ആവട്ടെ, അവിടെ ചെന്നതിന് ശേഷം തീരുമാനിക്കുക. ഈ അനിരുദ്ധൻ എന്ന് പറയുന്ന ആളൊരു പ്രത്യേക ടൈപ്പാണ്, പട്ടാളത്തിലും ആയിരുന്നു. അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വേണം അയാളെ കാണാനായിട്ട്, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കാണാനേ സമ്മതിക്കില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും അമ്മിണിയമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എങ്ങോട്ട് പോകാമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ലളിതാമ്മയ്ക്ക് വല്ലതും പറ്റിയോ എന്നിങ്ങനെ അമ്മിണിയമ്മ ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഇവിടെ ആർക്കും ഒന്നും പറ്റിയില്ല, ഞങ്ങൾ തിരുവനന്തപുരം വരെ പോവുക, ആരെങ്കിലും വന്നാലേ 2 ദിവസം കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. എന്നാൽ തിരുവനന്തപുരത്തിന് പെട്ടെന്ന് ഇവരെ എന്തിനാ പോകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് അമ്മിണിയമ്മ നിൽക്കുന്നു. അപ്പോഴേക്കും ആരതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അയ്യോ ഇതാര്, ഡോക്ടർ കുഞ്ഞോ, എന്താ ഇങ്ങോട്ടൊക്കെ വരാൻ, രാജീവനും രാഖിയും ഇല്ലേന്ന് ആരതി ചോദിക്കുന്നു. അയ്യോ അവരിതേ ഇപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ, എങ്ങോട്ടാണ് പോയെന്ന് ആരതി ചോദിക്കുമ്പോൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നതെന്നാണ് പറഞ്ഞെന്ന് പറയാട്ടോ ചെയ്യുന്നത്. തിരുവനന്തപുരത്തേക്ക് പോകുന്ന ആരതി ചോദിക്കുന്നു. അതെ, എന്തിനാ പോയെന്ന് വല്ലതും പറഞ്ഞു, എപ്പോൾ വരുമെന്ന് പറഞ്ഞു, അതൊന്നും അറിഞ്ഞുകൂടാന്ന് പറയാട്ടോ ചെയ്യുന്നത്. അല്ല ഡോക്ടർ കുഞ്ഞ് എന്തിനാ വന്നേന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എനിക്ക് രാഖിയും രാജീവനെയും കണ്ട ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. എന്ത് കാര്യമാ, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്നിങ്ങനെ കുത്തി ചോദിക്കുകയാണോ ചെയ്യുന്നത്. ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാവാനാ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. ഓ നിങ്ങൾ തമ്മിലല്ലല്ലോ പ്രശ്നം, ജയരാമനും ഗീതയും തമ്മിലാണല്ലോ, മൂത്ത മരുമോളും മൂത്ത മോനുമായിട്ട് എന്തോ പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നു എന്ന് അറിഞ്ഞെന്ന് പറഞ്ഞു. അവർ തമ്മിൽ എന്ത് പ്രശ്നം നടക്കാനാണെന്ന് ആരതി തിരിച്ച് ചോദിക്കുകയാട്ടോ ചെയ്യുന്നത്. അല്ല ഞാനിങ്ങനെ അവിടെ നടക്കുന്നത് ഇവിടെ പറയാറോ, ഇവിടുത്തെ കാര്യം അവിടെ പറയാറോ ഒന്നുമില്ല, എന്നാലും ആരതി മോൾ അവിടുത്തെ മരുമോളായതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് പറയാമെന്നും പറഞ്ഞിട്ട് പറയുന്നു. ലളിതാമ്മേ വയ്യാതെ കിടന്നപ്പോഴത്തേക്കും ഉരുട്ടി താഴെ ഇട്ട് വികലാംഗയാക്കാനായിട്ട് നോക്കി ഈ ജയരാമൻ കുഞ്ഞിൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവർ, എന്നിട്ട് ഏതോ ഈ പ്രായമായവരെ താമസിപ്പിക്കുന്ന കേന്ദ്രം ഉണ്ടല്ലോ അവിടെ കൊണ്ടാക്കാനാണ് പ്ലാൻ ചെയ്ത്, അതങ്ങോട്ട് എതിർത്തു ജയൻ കുഞ്ഞ്, പിന്നെ അവിടെ അടിയോടടിയായിരുന്നു. ഇതൊന്നും അറിഞ്ഞില്ലാലേന്ന് ചോദിക്കുന്നു. ദേ അനാവശ്യം പറയരുതെന്ന് പറയാട്ടോ ചെയ്യുന്നത് അമ്മിണിയമ്മയെടുക്കുക ആരതി. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്ന ചിലത് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനത്തെ പരസ്യലുമായിട്ട് എൻ്റെ അടുക്കലേക്ക് വന്നു പോകരുതെന്നും ആരതി അമ്മിണിയമ്മയ്ക്ക് കണക്കിന് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലാന്നും, ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കാൻ അറിയാമെന്നും ഒക്കെ പറയട്ടോ ചെയ്യുന്നത്. പിന്നീട് എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് നല്ലതുപോലെ അറിയാം, ഇങ്ങനെ വേണ്ടാതീനം പറയുന്നവരെ കാരണം അടിച്ച് പൊട്ടിക്കാനും എനിക്ക് അറിയാമെന്ന്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്നവരെയൊന്നും അമ്മിണിയമ്മ ഓർമ്മിപ്പിച്ചോളാൻ പറയുന്നു. അമ്മിണിയമ്മയുടെ മുഖത്തടിച്ച പോലെ ആയി കേട്ടോ ആരതിയുടെ ആ മറുപടി. അത് കേൾക്കുന്ന അമ്മിണിയമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് തന്നെയാണ് അടിക്കുമെന്ന് പറഞ്ഞതെന്ന് കേട്ടോ. പിന്നീട് ആരതി പറയുന്നുണ്ട്, ഞാൻ വന്നിരുന്നു എന്ന് രാജീവനോടും രാഖിയോടും പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. ഞാൻ എന്തായാലും പോയിട്ട് പിന്നെ വരാമെന്നും പറയട്ടോ ചെയ്യുന്നത്. പിന്നെ അവർ തമ്മിൽ ഇപ്പോൾ ജീവിക്കാനായിട്ട് വീണ്ടും തുടങ്ങിയിട്ടേ ഉള്ളൂ, കുത്തിത്തിരിപ്പുണ്ടാക്കി അവരുടെ ജീവിതം എങ്ങാനും കലക്കാൻ നോക്കിയാൽ നിങ്ങൾ വിവരം അറിയുമെന്നും പറയുന്നു. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നും രാഖിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി വെച്ചത് നിങ്ങളാണെന്നും ഒക്കെ എനിക്കറിയാം, അതുകൊണ്ട് അവരെ മനസ്സമാധാനത്തിൽ അങ്ങോട്ട് ജീവിക്കാൻ വിട്ടാൽ മതി കേട്ടല്ലോ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചിട്ട് ആരതി അവിടെ നിന്ന് പോവാട്ടോ ചെയ്യുന്നത്. അമ്മിണിയമ്മയ്ക്ക് അങ്ങനെ ബേഷ കിട്ടുന്നുണ്ട്. ഇത് ആരതി പോയതിനു ശേഷം ആരതിയെ പ്രാഗ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ക്ലിനിക് ഉണ്ടല്ലോ പൊട്ടി പൊളിഞ്ഞ് പാളിസായി പോകണം മൂദേവി എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇവക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം രാജേന്ദ്രനെ വിളിച്ച് പറയാം, അവനാകുമ്പോൾ ഇവക്കിട്ട് നല്ലൊരു പണി കൊടുത്തോളൂ എന്ന് പറയട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആരതി പോയ തക്കത്തിന് തന്നെ നേരെ ഫോൺ എടുത്ത് രാജേന്ദ്രനെ വിളിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ രാജേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മിണിയമ്മ വിളിച്ചതെന്ന് ചോദിക്കുന്നു. അതേ സാറേ, സാറിൻ്റെ ഭാര്യ ഉണ്ടല്ലോ ഡോക്ടർ കുഞ്ഞ്, ആരതി കുഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയട്ടോ ചെയ്യുന്നത്. അവളെന്തിനാ അങ്ങോട്ടേക്ക് വന്നേ, രാജീവൻ സാറിനെയും രാഖി കുഞ്ഞിനെയും കാണാനാന്നാ പറഞ്ഞതെന്ന് പറയുന്നു. എന്നിട്ട് അവരെന്താ സംസാരിച്ചതെന്നൊരു പേടിയോടുകൂടി രാജേന്ദ്രൻ ചോദിക്കാട്ടോ ചെയ്യുന്നത്. അതിനവർ തമ്മിൽ കാണണ്ടേ, രാജീവൻ സാറും രാഖി കുഞ്ഞും ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ആരതി കുഞ്ഞിന് അവരെ കാണാനായിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞു. എന്താ സാറേ കാര്യം, എന്തോ രഹസ്യ കാര്യം പറയാനെന്നാണ് പറഞ്ഞതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ രാജേന്ദ്രൻ കണക്കിന് കൊടുക്കുന്നുണ്ട് അമ്മിണിയമ്മയ്ക്ക്. അമ്മിണിയമ്മ അതൊന്നും അന്വേഷിക്കാനായിട്ട് നിൽക്കേണ്ടായിരുന്നു, അത് ഞാൻ നോക്കിക്കൊള്ളാമെന്നും പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാജേന്ദ്രന് സമാധാനം ആവുന്നുണ്ട്, രാഖിയും രാജീവനെയും കാണാനായിട്ട് ആരതിക്ക് പറ്റിയില്ലല്ലോ. രാഖിയും രാജീവൻ ഇങ്ങോട്ടാണ് പോയെന്ന് ചോദിക്കുന്നു. അവർ തിരുവനന്തപുരത്തേക്ക് എന്തോ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനെന്നും പറഞ്ഞ് പോയതെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ രാജേന്ദ്രനെ കാര്യം പിടിക്കിട്ടുണ്ടോ കേട്ടോ. ശാരിക അന്വേഷിച്ച്
അനിരുദ്ധനെ തേടിയിട്ടാണ് പോകുന്നത്. ഈ പ്ലാൻ എങ്ങനെയെങ്കിലും പൊളിക്കണമെന്ന് രാജേന്ദ്രൻ മനസ്സിൽ കരുതുക കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താലും വേണ്ടൂല, ഒരിക്കലും ശാരികയെ കണ്ടെത്താനായിട്ട് പാടില്ല. ചിലപ്പം അനിരുദ്ധനാണെങ്കിൽ രാഗി എത്തിയാൽ ചിലപ്പോൾ വിവരങ്ങൾ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നും രാജേന്ദ്രൻ മനസ്സിലാക്കുന്നു. ആരെ കൊന്നിട്ടാണെങ്കിലും രാഗിയുടെ ആ നീക്കം തടയാനായിട്ട് രാജേന്ദ്രൻ മനസ്സിൽ ഉറപ്പിക്കുന്നു. പിന്നീട് ലളിതാമ്മയെ കാണുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തിന് പോകുന്ന വഴിയിൽ കണ്ടിട്ട് പോകാമെന്ന് കരുതി വീട്ടിലിറങ്ങുക കേട്ടോ ചെയ്യുന്നത് രാഗിയും രാജീവനും. അപ്പോൾ ഉടനെ ജയരാമനും ഗീതയും വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആരതി പറഞ്ഞിട്ടുണ്ട്, ആ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഉടനെ തന്നെ ജയരാമൻ കിടന്ന് ഉരുളുക കേട്ടോ ചെയ്യുന്നത്. വലിയേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് രാജീവൻ ചോദിക്കുക കേട്ടോ ചെയ്യും. അല്ല, ആരതി എങ്ങാനും വിളിച്ചിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആരതി ഇവിടെ വന്നിട്ട് കുറേ ദിവസം ആയെന്നും പറയുന്നു കേട്ടോ. ആരതി ചേച്ചിക്ക് ചിലപ്പം കൊച്ചേട്ടൻ സ്വത്തെഴുതി വാങ്ങിക്കാൻ പോയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണും, അതുകൊണ്ടുള്ള ദേഷ്യത്തിനായിരിക്കും ആരതി ചേച്ചി ഇങ്ങോട്ട് വരാതിരുന്നത്. ചിലപ്പോൾ ഇനി അവർ തമ്മിൽ കൊച്ചേട്ടനുമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വഴക്കാവുമല്ലോ, അത് വിചാരിച്ചിട്ടായിരിക്കുമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് രാഖി. അപ്പോൾ ഉടനെ തന്നെ എന്തായാലും അമ്മയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ ലളിതാമ്മ നല്ല ഉറക്കമാണ്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് അമ്മയെ വിളിച്ച് എണീപ്പിക്കേണ്ട, നമുക്ക് തിരിച്ചു വരുമ്പോൾ അമ്മയെ കാണാമെന്ന് പറയും. തിരിച്ചങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും തത്ത പറയുന്ന പോലെ ഗീതയും ജയരാമനും കൂടെ ഉള്ള സത്യങ്ങളൊക്കെ രാജീവനോടും രാഖിയോടും പറയാനായിട്ട് തീരുമാനിക്കുന്നു. ജയരാമൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ സ്വത്തുക്കളൊന്നുമല്ല വേണ്ടത്, എനിക്ക് എൻ്റെ അമ്മയുടെ ജീവനാണ് പ്രധാനമെന്ന് പറയും. അല്ല, അവിടെ ഇവിടെയും തൊടാതെ കൊച്ചേട്ടൻ ഇങ്ങനെ കാര്യങ്ങൾ പറയാതെ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയാനായിട്ട് രാജീവൻ പറയുന്നു. നിങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് വന്നതെന്നൊക്കെ എനിക്കറിയാം, ഞാൻ അമ്മയെ കൊല്ലാനോ എടുക്കാനോ ഒന്നും നോക്കിയിട്ടില്ല, അമ്മയുടെ സ്വത്തുക്കൾക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ രാജേന്ദ്രൻ പറയുന്നത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലുമെന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുന്ന രാജീവന് കാര്യം പിടികിട്ടുന്നു. രാജീവൻ പറയുന്നുണ്ട്, വലിയേട്ടൻ ഇങ്ങോട്ട് ഇരുന്നേ, നമുക്ക് ഇരുന്ന് സംസാരിക്കാമെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇരുന്ന് അവർ സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഗീത പറയുന്നുണ്ട്, രാജേന്ദ്രനെ സ്വത്ത് വേണമെന്ന് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എവിടെ വീട് പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പൈസയുടെ ആവശ്യമുണ്ട്, അതിന് വേണ്ടി ഇപ്പം അമ്മയെ കൊന്നിട്ടാണെങ്കിലും എല്ലാ സ്വത്തും ഒറ്റയ്ക്ക് കൈക്കലാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ജയേട്ടനാണെങ്കിൽ ഒരു തൻ്റെയിടവും ഇല്ല, രാജേന്ദ്രനെ കാണുമ്പോൾ തന്നെ പേടിച്ച് വിറയ്ക്കുമെന്ന് പറയും. അപ്പോൾ ഉടനെ ജയരാമൻ പറഞ്ഞു, ഞാനിപ്പോൾ രാജേന്ദ്രനെ കൂട്ടു നിൽക്കുന്നത് രാജേന്ദ്രൻ്റെ നീക്കങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ രാജേന്ദ്രനെ തള്ളിപ്പറയുകയോ എല്ലാം ചെയ്താൽ അവൻ എന്നെ അങ്ങ് ആദ്യം വെട്ടും, പിന്നെ അവൻ നീക്കങ്ങളൊന്നും അറിയാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയുന്നു. അമ്മയെ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗീത സത്യം പറയട്ടോ ചെയ്യുന്നത്. പിന്നെ ജേട്ടനെതിരെ തോക്ക് വരെ എടുത്തു, രാജേന്ദ്രൻ പറയുന്ന കാര്യം അനുസരിച്ചില്ല എന്ന് പറഞ്ഞു. അമ്മയെ അവൻ തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലും എന്നാണ് പറയുന്നത്. അവനിപ്പോൾ സ്വത്ത് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം, അത് മൊത്തം അവൻ്റെ പേരിലാക്കണം, അതിനുവേണ്ടി ആരെ കൊല്ലാനും അവൻ മടിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. നിങ്ങൾ എന്തെങ്കിലും ഉടനെ ഒരു തീരുമാനം എടുക്കണമെന്ന് ഗീത രാജീവനോടും രാഖിയോടും പറയട്ടോ ചെയ്യുന്നത്. അതോടുകൂടി എല്ലാ സത്യങ്ങളും രാജീവനും രാഖിക്കും മനസ്സിലാവുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു, ആരും അപ്പോൾ അറിയിക്കാനാണ് കൊച്ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ ആളല്ല എന്നൊക്കെ രാഖി തിരിച്ചറിയാട്ടോ ചെയ്യുന്നത്. രാജീവന് ഞെട്ടലോട് കൂടി കേൾക്കുന്നുണ്ട് കേട്ടോ, കൊല്ലാൻ നോക്കിയെന്നും തോക്കെടുത്തെന്നും സ്വത്തിന് വേണ്ടി ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എന്നെ എന്താ അറിയിക്കാഞ്ഞെന്ന് വലിയേട്ടാൻ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ തമ്മിൽ ഇനി ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണെന്നും അമ്മയുടെ ആരോഗ്യമൊന്നും അവനൊരു പ്രശ്നമല്ല എന്നും ഇപ്പോൾ അവന് സ്വത്തുക്കൾ മാത്രമാണെന്നും എനിക്കാണെങ്കിൽ അമ്മയുടെ ആരോഗ്യമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നതെന്നും അമ്മയുടെ സ്വത്തുക്കളൊന്നും എനിക്ക് വേണ്ട, അമ്മ എനിക്ക് നല്ല രീതിയിൽ തിരികെ കിട്ടിയാൽ മാത്രം മതി, അതാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും പറയുന്നു. അപ്പോൾ ഗീതയും അത് തന്നെ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ രാജീവനാണെങ്കിൽ രാഖിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, രാഖി നീ വന്നേ, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട്. അപ്പോൾ ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന് ഉള്ള രീതിയിൽ ജയരാമനും ഗീത ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാട്ടോ ചെയ്യുന്നത്. പിന്നീട് രാജീവനും രാഖിയും വന്നിട്ട് അവരോട് പറയുന്നുണ്ട്, അമ്മയെ ഞങ്ങൾ രാരീരത്തിലേക്ക് കൊണ്ടുപോയിക്കോളാം, അവിടെയാകുമ്പം രാജേന്ദ്രൻ്റെ തോന്നിവാസങ്ങളൊന്നും നടക്കത്തില്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമ്മ രാരീരത്തിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്, മനസമാധാനം കിട്ടുമെന്ന് പറയുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ രാജേന്ദ്രനും ജയരാമനും ഗീതയും പറയും, അത് ഏതായാലും നല്ല തീരുമാനമാണ്, 2 ദിവസത്തിനുള്ളിൽ രാജേന്ദ്രൻ തിരികെ വരും, അതിനു മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് അമ്മ ഇവിടെ നിന്ന് മാറ്റണം, ഇല്ല എന്നുണ്ടെങ്കിൽ ആ നീക്കം നടക്കത്തില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതൊന്നും ഓർത്ത് വലിയേട്ടൻ വിഷമിക്കേണ്ടായിരുന്നു, ഞങ്ങൾ പോയിട്ട് തിരികെ വന്നാൽ ഉടനെ തന്നെ ഞങ്ങൾ അമ്മയെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നു. എങ്ങോട്ടാണ് രാജേന്ദ്രൻ പോയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്തോ തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഇടുക്കിയിൽ പോകണമെന്ന് പറഞ്ഞു, അടിമാലിക്ക് പോകണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒഫീഷ്യൽ ടൂർ എന്നാണ് പറഞ്ഞത്, പക്ഷേ അതിലൊക്കെ എന്തൊക്കെയോ കള്ളത്തരമുണ്ടെന്നാണ് തനിക്ക് തോന്നിയെന്ന് ജയരാമൻ പറയാട്ടോ ചെയ്യുന്നത്. അപ്പം തന്നെ രാഖിക്ക് കാര്യം പിടികിട്ടുന്നുണ്ട് കേട്ടോ, രാജേന്ദ്രൻ്റെ ചതി മനസ്സിലാക്കുകയാണ് രാഖി ചെയ്യുന്നത്. അപ്പം രാഖിയാണെങ്കിൽ രാജീവൻ്റെ അടുക്ക പറഞ്ഞു, രാജീവേട്ട എനിക്ക് മനസ്സിലായി കൊച്ചേട്ടൻ എങ്ങോട്ടാണ് പോയത്, എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ എത്തണമില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം ഗുരുതരമാകും, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ രാജീവനെ പിടിച്ചു വലിച്ചുകൊണ്ട് രാഖി പോവുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാജേന്ദ്രൻ ശാരിക അന്വേഷിച്ച് പോയതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ രാഖി. അതുകൊണ്ട് തന്നെയാണ് രാജീവനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ രാജേന്ദ്രൻ്റെ ആ മുഖം മൂടിയൊക്കെ അഴിഞ്ഞ് വീഴുന്നുണ്ട്, രാജേന്ദ്രൻ്റെ ചതിയുമെല്ലാം തുറന്നു വരുന്നുണ്ട് കേട്ടോ. ഇനി ആരതിയും കൂടെ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിയുമ്പോഴത്തേക്കും രാജേന്ദ്രൻ്റെ തനി നിറം രാഖിക്കും അതുപോലെ രാജീവനും മനസ്സിലാവും ശാരികയുടെ വയറ്റിൽ വളരുന്നത് രാജേന്ദ്രൻ്റെ കുഞ്ഞാണെന്ന സത്യവും മനസ്സിലാക്കും.